നമസ്കാരം. കഴിഞ്ഞ ഒരു ദിവസം എന്നെ ഒരു ഗൾഫിൽ നിന്നൊരു മനുഷ്യൻ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട്. 10, 18, 20 വർഷമായിട്ട് അദ്ദേഹം ഗൾഫിൽ ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ഏകദേശം ഒരു 18 വർഷത്തോളം ഗൾഫിൽ ജോലി ചെയ്ത് കഴിഞ്ഞപ്പം അയാളുടെ കയ്യിൽ ഏകദേശം ഒരു 10-35 ലക്ഷം രൂപ സമ്പാദ്യമായിട്ട് വന്നു. ചെറിയൊരു ജോലിയായിരുന്നു എന്നോട് പറഞ്ഞു. അപ്പം ഇയാളുടെ കയ്യിൽ ഒരു 10-30 ലക്ഷം രൂപ ബാങ്കിലുണ്ട് എന്നുള്ള കാര്യം ഇയാളുടെ ഒരു സുഹൃത്ത് മനസ്സിലാക്കി. അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞു, എടാ, ഈ പൈസ ഇങ്ങനെ വെച്ചിരുന്നാൽ നിനക്ക് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. ഇന്നത്തെ കാലത്ത് ബാങ്ക് വലിയ പലിശയും തരത്തൊന്നുമില്ല. നീ ഞാൻ പറയുന്ന രീതിയിൽ ട്രേഡ് മാർക്കറ്റിൽ ഒക്കെ ഇറക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ പറഞ്ഞ്, വളരെ അടുത്ത സുഹൃത്താണ്, ഒരുമിച്ച് കുറേ നാൾ കഴിഞ്ഞാണ്. അങ്ങനെ അയാൾ പറഞ്ഞ രീതിയിൽ കുറച്ച് പൈസ ഇറക്കി, ഒരു നല്ല ലാഭമൊക്കെ തിരിച്ചു കിട്ടി. വീണ്ടും ഇയാൾ പറഞ്ഞ രീതിയിൽ പൈസ ഇറക്കിക്കൊണ്ടിരുന്നു, ലാഭങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു. ഇതിൻ്റെ ഇടയിൽ എപ്പോഴോ ഇയാളുടെ ലാഭങ്ങൾ നിന്നു തുടങ്ങി. ലാഭത്തിന് പകരം നഷ്ടമായി തുടങ്ങി. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പം ഈ സുഹൃത്തിനെ വിളിക്കുന്നുണ്ട്. സുഹൃത്ത് ആദ്യമൊക്കെ സഹായിക്കാം എന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാലും പിന്നെ സുഹൃത്തിൻ്റെ യാതൊരു വിവരവുമില്ല. അങ്ങനെ ഇയാൾ ചേർന്ന ആ കമ്പനിയിൽ ഇയാൾ കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ അവർ പറയുന്നത് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇത് ഏജൻസാണ്. അതായത് ഈ പറഞ്ഞ സുഹൃത്തെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഏജൻറ്റാണ്. അയാൾ നിങ്ങളോട് പർച്ചേസ് ചെയ്യിപ്പിച്ചു, ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞാൽ കൈ ഒഴിഞ്ഞു. മാത്രവുമല്ല, അപ്പോഴാണ് അയാൾ മനസ്സിലാക്കുന്നത് ഇത് സാധാരണ ലാഭം കിട്ടുന്ന പ്രോഫിറ്റ് മേടിക്കുന്നതല്ല, നഷ്ടത്തിലേക്ക് പോകുന്ന പ്രോഫിറ്റ് മേടിച്ചു കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് നിൽക്കുന്ന ഏജൻറ്റിന് ഭയങ്കര കമ്മീഷനാണ്. അപ്പം ഇയാളെയും കൊണ്ട് ഈ ഏജൻറ്റ്, അതായത് ഇയാളുടെ സുഹൃത്ത് മേടിപ്പിച്ചുകൊണ്ടിരുന്ന പല സാധനങ്ങളും നഷ്ടത്തിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന കാര്യങ്ങളാണ്. പിന്നെ അയാൾ മതി, ഇത് വേണ്ട, വിഡ്രോ ചെയ്യാമെന്ന് വെച്ച് നോക്കിയപ്പോൾ യാതൊരുമാരും വിഡ്രോ ചെയ്യാനും പറ്റത്തില്ല. മുന്നോട്ട് പോകും തോറും ഇവർക്ക് കൂടുതൽ പൈസ കൊടുക്കേണ്ടി വന്നു. എന്നോട് പറഞ്ഞു 18 വർഷത്തോളം ഏകദേശം വളരെ കഷ്ടപ്പെട്ട് വളരെ തുച്ഛമായ പൈസയിൽ സ്വരൂപിച്ച് കൂട്ടി വെച്ച ഒരു 10-30 ലക്ഷം രൂപ ഒറ്റയടിക്ക് പോയി കിട്ടിയത്. ഞാൻ നാട്ടിൽ പോയി സെറ്റിലാകണം എന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ ഇപ്പം ഞാൻ വീണ്ടും ഗൾഫിൽ ജോലി ചെയ്യാണ്. സുഹൃത്തിൻ്റെ വാക്ക് കേട്ട് പൈസ കുറച്ചും കൂടെ കൂട്ടാം എന്ന് കരുതി പോയതാണ്. ഞാൻ പറയുന്നത്, നല്ല ട്രേഡിങ്ങും അല്ലെങ്കിൽ നല്ല ഈ ഓൺലൈൻ ബിസിനസ്സും പല കാര്യങ്ങളൊക്കെ ഉണ്ട്. നന്നായിട്ട് പഠിച്ച് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വ്യക്തമായ നല്ല വിശ്വാസമുള്ള ഏജൻസിനെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്നൊക്കെ ലാഭം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേങ്കിൽ ചതിയന്മാരായ സൗഹൃദം കാണിച്ചു തരുന്ന ആളുകൾ അവരുടെ ലാഭം മാത്രമേ ഏത് സമയത്തും ആഗ്രഹിക്കത്തുള്ളൂ. നമ്മൾ അവരിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് വല്ലവനും തിന്നാൻ കൊടുക്കരുത്. താങ്ക് യു.